രാജ്യം നേരിടുന്ന പ്രതിസന്ധിക്ക് മുന്നിൽ തളരാതെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സർക്കാർ. അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ലോകത്തിനാകെ മാതൃകയാണ്. ഹോർമൂസ് കടലിടുക്കും ആ കടലിടുക്കിലൂടെയുള്ള ചരക്കുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അനുഭവിച്ചതാണ്. എന്നാൽ അതിന് പകരമായി ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇനിയും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രയാസവും വരരുത് എന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് മോദി സർക്കാർ. അതിന്റെ ഫലമായി പാചകവാതകമായ LPGക്ക് പകരം എഥനോൾ പ്രധാന പാചക ഇന്ധനമാക്കാനുള്ളൊരു പുതിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നത്. രാജ്യത്തിന്റെ LPG ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കണം, സബ്സിഡി ബാധ്യത വെട്ടിക്കുറയ്ക്കണം. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത്. 2026 സെപ്റ്റംബറോടെ സമഗ്ര രൂപരേഖ തയ്യാറാകും എന്നാണ് റിപ്പോർട്ട്. എഥനോൾ വിതരണം, സബ്സിഡി സംവിധാനം, ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായി ലഭ്യമാക്കുന്ന മാർഗങ്ങൾ, ഇതാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ പരിശോധിക്കുക. LPGക്ക് പകരം എഥനോളിന്റെയും ഒപ്പം ബയോഗ്യാസിന്റെയും ഉപയോഗം വ്യാപകമാക്കണം. അങ്ങനെ വരുന്നതിലൂടെ രാജ്യത്തിന്റെ ഇറക്കുമതി ചിലവ് ഗണ്യമായി കുറയും എന്നാണ് വിലയിരുത്തൽ. ഇതോടെ സബ്സിഡി ഇനത്തിലും കേന്ദ്രത്തിന് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കും എന്നാണ് പ്രതീക്ഷ. കരിമ്പ്, ചോളം, അരി, ഗോതമ്പ്, ബാർലി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത്. എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് കർഷകർക്ക് അധിക വരുമാന മാർഗം സൃഷ്ടിക്കുമെന്നും കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം ബയോഗ്യാസിലേക്കും എഥനോളിലേക്കും മാറുന്നതിലൂടെ 2050ഓടെ LPG സബ്സിഡി ഇനത്തിൽ മാത്രം ഇന്ത്യക്ക് 2 ലക്ഷം കോടി രൂപയിലധികം ലാഭിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ എഥനോൾ ഉൽപാദനം വർദ്ധിക്കുകയും മിച്ചം വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഗതാഗത മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ഉപയോഗം വ്യാപിപ്പിക്കാൻ സർക്കാരിന്റെ ആലോചന. പെട്രോളിൽ 20% എഥനോൾ കലർത്തുക എന്ന ലക്ഷ്യം രാജ്യം ഓൾറെഡി കൈവരിച്ചു കഴിഞ്ഞു. എന്നാൽ ഉൽപാദനം ഇനിയും കൂടുന്നതിനാൽ ഇത് വിനിയോഗിക്കാൻ പാചകം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകൾ കണ്ടെത്തണം. ഇന്ത്യ നിലവിൽ വൻതോതിൽ LPG വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. എഥനോളിന്റെ ഉപയോഗം വർദ്ധിക്കുന്നത് ഇന്ധന ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കും. കരിമ്പ്, ചോളം, മറ്റ് ധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുക. അതിനാൽ എഥനോൾ ഉപയോഗം കൂട്ടുമ്പോൾ കാർഷിക മേഖലയ്ക്ക് അത് വലിയൊരു പിന്തുണ നൽകും. പരമ്പരാഗത ഇന്ധനങ്ങളെ അപേക്ഷിച്ച് മലിനീകരണം വളരെ കുറവാണ്. സാധാരണ LPG സ്റ്റവിൽ എഥനോൾ ഉപയോഗിക്കാനാകുമോ എന്ന സംശയത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. നിലവിലുള്ള LPG സിലിണ്ടറുകളിലോ സാധാരണ സ്റ്റൗകളിലോ എഥനോൾ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. എഥനോളിന്റെ ജ്വലന രീതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റൗകൾ വേണം. സംഭരണ പാത്രങ്ങളുമൊക്കെ ആവശ്യമാണ്. അടുത്തിടെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇത്തരമൊരു എഥനോൾ സ്റ്റൗ പ്രദർശിപ്പിച്ചിരുന്നു. LPGക്ക് സമാനമായി നീല ജ്വാലയോടെ തന്നെ ഇത് പ്രവർത്തിക്കും. എന്നാൽ LPGക്ക് പൂർണ്ണമായ ഒരു പകരക്കാരനല്ല, മറിച്ച് ഒരു ബദൽ ഇന്ധനമായിട്ടാണ് സർക്കാർ എഥനോളിനെ കാണുന്നത്. എന്തായാലും വിപുലമായ വിതരണ ശൃംഖലയുള്ള LPGക്ക് ഒപ്പം തന്നെയാകും ഇതിന്റെയും സ്ഥാനം. ആദ്യഘട്ടത്തിൽ റെസ്റ്റോറന്റുകൾ, വാണിജ്യ അടുക്കളകൾ, സന്നദ്ധ സ്ഥാപനങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ തയ്യാറുള്ള വീടുകൾ, ഇവിടങ്ങളിലാകും എഥനോൾ സ്റ്റൗകൾ എത്തുക. ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ആഭ്യന്തര വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘകാല നയത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.